എന്റെ മോൾക്ക് വേണ്ടതെല്ലാം സാക്ഷാൽ മൂകാംബികമ്മ കൊടുത്തല്ലോ. നാളെ അവളുടെ മഞ്ഞൾ കല്യാണം നടക്കുന്ന മണ്ഡപത്തിൽ പോയിട്ടാ ഞാനും വിനോദം ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണെന്നറിയോ അവിടെ. സത്യം പറഞ്ഞാ അതൊക്കെ കണ്ടും കേട്ടും കണ്ണു തള്ളിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ അടുത്തൊന്നും ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നുണ്ടാവില്ല. അത്രയ്ക്ക് ഗംഭീരായിട്ടാ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞാൽ ശരിയാ അമ്മേ. കല്യാണം ഗംഭീര സെറ്റപ്പിലാ ഗഗൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഞ്ഞൾ കല്യാണവും അതിന്റെ അടുത്ത ദിവസമുള്ള വിവാഹവും കഴിയുമ്പോഴേക്കും ഈ നാട്ടിലുള്ള നമ്മുടെ നിലയും വിലയൊക്കെ മാറും. അത്രയ്ക്ക് ഗംഭീര സെറ്റപ്പിലാ ഓരോ കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. മോളെ ദേവുട്ടി ഇരിക്കെ. എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? നീ വലിയ ആവേശത്തിലാണെന്നല്ലേ എല്ലാരും പറഞ്ഞത്. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ്? എന്താ മോളെ, എന്താ കാര്യം? സന്ദീപ് തിരിച്ചുപോയി എന്നുള്ളത് സത്യമാണെന്നാണോ? അതേലോ ദേവുട്ടി. പോകുന്ന കാര്യം പറയാൻ വേണ്ടിട്ടാ അയാൾ എന്നെ വിളിച്ചത്. എന്തു പറ്റി മോളെ? അവൻ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നൊക്കെയാ ആദ്യം അവൻ പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ആ തീരുമാനം മാറ്റിയെന്ന് തോന്നുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ പോവുകയാണെന്ന് പറയാനാ എന്നെ വിളിച്ചത്. ആ, ഒരു കണക്കിനത് നന്നായി മോളെ. അയാൾ പോട്ടെ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടെന്തിനാ? അയാൾക്ക് പറ്റിയൊരു ജീവിതം കണ്ടെത്തട്ടെ. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം മോള്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. എന്താ മോളെ? എന്താ പറഞ്ഞേ? മോളുടെ കഴുത്തിൽ സന്ദീപ് താലി കെട്ടുന്നോ? വിദ്യാമ്മ അങ്ങനെ പറഞ്ഞെന്നോ? എന്റെ ദേവി, എന്താ ഇപ്പൊ ഇങ്ങനെ? വീണ്ടും പരീക്ഷണമാണോ മഹാമായേ? എന്റെ കുഞ്ഞിനെ പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക്? അല്ല, അതെങ്ങനെ നടക്കും മോളെ? അവൻ ഈ നാട് തന്നെ വിട്ടുപോയല്ലോ, പിന്നെങ്ങനെ? സുരേന്ദ്ര, സാക്ഷാൽ മഹാദേവി ഒരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാൽ അതിന് ഒരു കാര്യങ്ങളും ഒരു തടസ്സവും ആവില്ല. എവിടെ വെച്ച് എപ്പോ നടക്കുമെന്നൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ദേവി തീരുമാനിച്ചത് ദേവി നടത്തി തരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഉത്കണ്ഠപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. കേട്ടോ തമ്പിയേട്ടാ, സത്യം പറഞ്ഞ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വന്ന കാര്യം സാധിച്ച് ഇത്രയും വേഗം മടങ്ങൂന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതെ അതെ, എന്തായാലും ഇന്ന് തന്നെ മടങ്ങാൻ പറ്റിയത് കാര്യേ. കൂട്ടത്തിൽ സന്ദീപിനെ കിട്ടിയതും. ആ,
നാട്ടിലെത്തിയിട്ട് വേണം ആ ഇൻകം ടാക്സിന്റെ ഹെഡേക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ. ഏ മാൻ, വാട്ട് ഹാപ്പൻ? നീ എന്താ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ?